CPM-നെതിരെ വയ്ക്കാൻ മികച്ച ഒരു യുവ നേതൃനിര കോൺഗ്രസിൽ വളർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല. വളരെ കൃത്യമായിട്ട് ആ നേതൃനിരയെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ ആരും പറഞ്ഞു, രാഹുൽ മാങ്കുടത്തിലായാലും ഇനിയിപ്പോൾ ഈ പറയുന്ന മാത്യു കുഴൽനാടനായാലും മറ്റു നേതാക്കളായാലും യുവ നേതാക്കളായാലും ഹൈബി ഈഡനായാലും ഒക്കെ, അല്ലെങ്കിൽ എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ് ആയാലും, ഇവരെല്ലാവരും ഒരു CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ നേരിടാൻ തക്ക പ്രാപ്തിയുള്ള യുവ നേതൃത്വമാണ് കോൺഗ്രസിൽ വളർന്നു വരുന്നതെന്നുള്ള ധാരണ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പിന്റെ സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. അടിസ്ഥാനപരമായിട്ട് ഈ ജനങ്ങൾ ഉദ്ദേശിക്കുന്ന 2026-ൽ ഈ LDF സർക്കാരിനെ മാറ്റണം. അതിന് പറ്റിയൊരു നേതൃത്വം UDF ഉണ്ടോ വെച്ചപ്പോൾ ഉണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ അല്ലെങ്കിൽ മറ്റു പലരും പറയും കോൺഗ്രസിൽ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ്, 6 എത്ര മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടെന്നുള്ള വിഷയം, എത്ര മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും കാണാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടാവും, അതെല്ലാം ശരിയാണ്. പക്ഷേ ജനങ്ങൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഉള്ള സന്ദേശം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ആ ഒരു മനോഭാവം തിരിച്ചറിയാൻ പുതിയ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നു. അതുകൊണ്ടാണ് അവരുടെ വിജയത്തിന് പിന്നുള്ളത്. ഞാനിപ്പോൾ VD സതീശൻ്റെയോ KS സാറിൻ്റെയോ പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ കൊടുത്താൻ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വസ്തുതയുണ്ട്, പുതിയ കോൺഗ്രസ്